നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ വഴിത്തിരിവ്. ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് ഇറാൻ സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അന്തിമ കരാറിലേക്ക് എത്താൻ ഇനിയും കടമ്പകൾ ബാക്കി. സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ സമയം ജൂൺ 30 വരെ മാത്രം. ജൂലൈ 1 മുതൽ കനത്ത പിഴ. മുന്നറിയിപ്പ് നൽകി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഡ്രോണുകളുടെ ഉപയോഗത്തിൽ നിയന്ത്രണവുമായി ഷാർജ. പൊതുമേഖലയിലും ഫ്രീ സോണുകളിലും അടക്കം ഏകീകൃത നിയമം നടപ്പിലാക്കും. സ്വകാര്യ ട്യൂഷനുള്ള വർക്ക് പെർമിറ്റ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കി UAE. പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർ, അധ്യാപകർ എന്നിവർക്ക് 2 വർഷത്തെ പെർമിറ്റ്. വിദ്യാർത്ഥികൾക്കും നിബന്ധനകളോടെ ട്യൂഷൻ എടുക്കാം. വാർത്തകളിലേക്ക് വിശദമായി. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ വഴിത്തിരിവ്. ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് ഇറാൻ സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു. അന്തിമ കരാറിലേക്ക് എത്താൻ ഇനിയും കടമ്പകൾ ബാക്കിയുണ്ടെന്നും JD വാൻസ് പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ വൻ പുരോഗതിയുണ്ടെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാൻ അനുമതി നൽകിയതായും JD വാൻസ് അറിയിച്ചു. തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോയെന്നും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞതായും വാൻസ് കൂട്ടിച്ചേർത്തു. ആണവോർജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ തിരികെ പ്രവേശിപ്പിക്കാമെന്ന ഇറാന്റെ സമ്മതം അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാഴികക്കല്ലാണ്. ഇറാനിലെ ആണവായുധ പദ്ധതികൾക്ക് ശാശ്വതമായി അന്ത്യം കുറിക്കുന്നതിനുള്ള ആദ്യ പടിയാണിതെന്നും മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമാധാനം ഉറപ്പാക്കാനുമുള്ള നടപടികളിലേക്ക് അടുക്കുകയാണെന്നും JD വാൻസ് പറഞ്ഞു. ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഒരു അന്തിമ കരാറിൽ എത്തുന്നതിനായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും JD വാൻസ് വ്യക്തമാക്കി. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ 25% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നത് സുപ്രധാനമാണ്. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും നടപടികൾ ആവശ്യമുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജാരഡ് കുഷ്ണറും ഖത്തറും ചേർന്ന് ശ്രദ്ധേയമായ ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും JD വാൻസ് വെളിപ്പെടുത്തി. ഈ ആസ്തികൾ തിരികെ നൽകുന്ന പ്രക്രിയയുടെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നും JD വാൻസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് NTV. ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 54ആയി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദന കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അപകടത്തിൽ കാണാതായ 18 ജീവനക്കാർക്കായുള്ള തെരച്ചിൽ ഊർജിതമാണ്. ഞായറാഴ്ച രാത്രി ബർസാൻ ഗ്യാസ് സപ്ലൈ ഫെസിലിറ്റിയിൽ നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായത് എന്ന് പൊതുമേഖലാ സ്ഥാപനമായ ഖത്തർ എനർജി അറിയിച്ചു. അപകടത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമല്ല. സ്ഫോടനത്തിൽ കാണാതായവർക്കായി മണിക്കൂറുകളായി തെരച്ചിൽ തുടരുകയാണ്. ആഭ്യന്തര സുരക്ഷാ സേനയുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗവും സിവിൽ ഡിഫൻസും സംയുക്തമായിട്ടാണ് പ്ലാന്റിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സ്ഫോടനത്തിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിൽ യാതൊരുവിധ വാതക ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രാലയം നൽകുന്ന വിശദീകരണം. പ്രാദേശിക ആവശ്യങ്ങൾക്കായി വാതക വിതരണം സുഗമമാക്കുന്ന ബർസാൻ പ്ലാന്റിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനിടെയാണ് സാങ്കേതിക തകരാർ മൂലം സ്ഫോടനമുണ്ടായത്. അറ്റകുറ്റപ്പണികൾക്കോ താൽക്കാലിക നിർത്തിവെപ്പിനു ശേഷം പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്ന സ്റ്റാർട്ടപ്പ് നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വ്യവസായ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു വാതക സംസ്കരണശാലയുടെ ഏറ്റവും നിർണായകവും അപകട സാധ്യത കൂടുതലുള്ളതുമായ ഘട്ടമാണ് സ്റ്റാർട്ടപ്പ്. ഈ സമയത്ത് മർദ്ദം, വാതക പ്രവാഹം, താപനില നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ കൃത്യമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ചെറിയ സാങ്കേതിക പിഴവ് പോലും അതിവേഗം വലിയ അപകടമായി മാറാൻ സാധ്യതയുമുണ്ട്. ഹോർമോസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെയാണ് പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ഖത്തർ ശ്രമം തുടങ്ങിയത്. NTV ദോഹ. UAE-യിൽ 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ സ്വദേശിവൽക്കരണ നടപടികൾ ജൂൺ 30-നകം പൂർത്തിയാക്കണമെന്ന് ഓർമ്മിപ്പിച്ച് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ലക്ഷ്യം കൈവരിക്കാത്ത കമ്പനികൾക്ക് ജൂലൈ 1 മുതൽ കനത്ത പിഴ ചുമത്തുമെന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്.
ഈ വർഷത്തെ ആദ്യ 6 മാസത്തിനുള്ളിൽ തസ്തികകളിൽ സ്വദേശികളുടെ എണ്ണത്തിൽ 1% വർധനവ് ഉറപ്പാക്കണമെന്ന് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിരുന്നു. വർഷത്തിൽ 2% വർധനവാണ് യുഎഇയുടെ സ്വദേശിവൽക്കരണ പദ്ധതി പ്രകാരം ലക്ഷ്യമിടുന്നത്. നിശ്ചിത എണ്ണം സ്വദേശികളെ നിയമിക്കാത്ത ഓരോ തസ്തികയ്ക്കും മാസം 10,000 ദിർഹം വീതം പിഴ നൽകേണ്ടി വരും. അതായത് ഒരു തസ്തികയ്ക്ക് പ്രതിവർഷം 1,20,000 ദിർഹം വരെ പിഴയായി നൽകേണ്ടി വരും. യോഗ്യരായ സ്വദേശി തൊഴിലന്വേഷകരെ കണ്ടെത്താൻ തൊഴിലുടമകൾ നാഫിസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. സ്വദേശിവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നിശ്ചിത ലക്ഷത്തിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് എമിറാത്തൈസേഷൻ പാർട്ട്നേഴ്സ് ക്ലബ്ബിൽ അംഗത്വവും സേവന ഫീസുകളിൽ 80% വരെ ഇളവുകളും സർക്കാർ കരാറുകളിൽ മുൻഗണനയും ലഭിക്കും. എമിറാത്തൈസേഷൻ നിയമങ്ങൾ മറികടക്കുന്നതിനായി ചില കമ്പനികൾ നടത്തുന്ന വ്യാജ സ്വദേശീവൽക്കരണ ശ്രമങ്ങൾക്കെതിരെ മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകി. ഇത്തരം പ്രവണതകൾ ഗുരുതരമായ ലംഘനമാണെന്നും അത്യാധുനിക ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. പൊതുജനങ്ങൾക്ക് ഇത്തരം നിയമലംഘനങ്ങൾ മന്ത്രാലയത്തിന്റെ കോൾ സെന്റർ, വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. NTV അബുദാബി. വ്യാവസായിക ലൈസൻസ് ഫീസിൽ 50% ഇളവ് പ്രഖ്യാപിച്ചു ഷാർജ. സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഷാർജ സർക്കാർ പുതിയ സാമ്പത്തിക ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഭക്ഷ്യ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലെ വ്യാവസായിക ലൈസൻസ് ഫീസിലാകും ഇളവുകൾ ലഭ്യമാക്കുക. നിലവിലുള്ള കമ്പനികളുടെ പ്രവർത്തനം സുഗമമാക്കാൻ ഷാർജ സാമ്പത്തിക വികസന വകുപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജൂൺ 16 ആരംഭിച്ച ഈ പദ്ധതി 3 മാസത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ഇതിനു പുറമെ കൊമേഴ്സ്, ഡൊമസ്റ്റിക് ലൈസൻസുകൾക്ക് ലേറ്റ് ഫീയും ഒഴിവാക്കി. ഇവയുടെ ഇഷ്യൂ, പുതുക്കൽ ഫീസിൽ 50% ഇളവ് ലഭിക്കും. പരസ്യങ്ങൾക്കും പ്രചാരണ പരിപാടികൾക്കുമുള്ള പെർമിറ്റ് ഫീസിൽ 25% ഇളവ്, നഴ്സറികളുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനും പുതുക്കാനുമുള്ള ഫീസിൽ 25% ഇളവ് എന്നിവയാണ് മറ്റു തീരുമാനങ്ങൾ. സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി, കിരീടാവകാശി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് സുൽത്താൻ അൽ ഖാസ്മി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇളവുകൾ നടപ്പിലാക്കുന്നത് എന്ന് SCDD വ്യക്തമാക്കി. തീരുമാനങ്ങൾ ഷാർജയിലെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ ആകർഷകമാക്കും എന്നും സാമ്പത്തിക മേഖലയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കും എന്നും SCDD ചെയർമാൻ ഹമദ് അലി അബ്ദുള്ള അൽ മഹ്മൂദ് പറഞ്ഞു. ഷാർജയിലെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും അതോറിറ്റികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഷാർജയിലെ സംരംഭകർക്കും നിക്ഷേപകർക്കും തങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇളവുകൾ സഹായകമാകും. NTV ഷാർജ. പൊതുസ്ഥലങ്ങളിലെ പെരുമാറ്റത്തിനും വിവിധ ആഘോഷങ്ങൾക്കും പുതിയ മാർഗരേഖ കൊണ്ടുവരാൻ ദുബായ് ഭരണകൂടം ഒരുങ്ങുന്നു. ദുബായ് നഗരത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളും മര്യാദകളും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ജനങ്ങളുടെ പെരുമാറ്റവും ആഘോഷങ്ങളുമെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പൊതു ഇടങ്ങളിലെ പെരുമാറ്റത്തിനും വിവിധ ആഘോഷങ്ങൾക്കും പുതിയ മാർഗരേഖ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ദുബായ്. ദുബായ് സിവിലിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. ദുബായ് പോലീസ്, RTA, ദുബായ് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. കേവലം ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറം ഒരു ആഗോള നഗരം എന്ന നിലയിൽ ദുബായിയുടെ അന്തസ്സും മൂല്യവും ഉയർത്താനും സന്ദർശകർക്കും പ്രവാസികൾക്കും കൂടുതൽ മികച്ച അനുഭവം പ്രദാനം ചെയ്യാനും ലക്ഷ്യമിട്ടാണ് പുതിയ ചട്ടങ്ങൾ വരുന്നത്. ദുബായ് നഗരത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളും മര്യാദകളും കൃത്യമായി പ്രതിഫലിക്കുന്ന രീതിയിലാകണം ജനങ്ങളുടെ പെരുമാറ്റവും ആഘോഷങ്ങളും എന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗരേഖ ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. പെരുമാറ്റച്ചട്ടങ്ങൾക്ക് പുറമെ ദുബായ് നഗരത്തിലെ വെളിച്ച സംവിധാനങ്ങൾ സമഗ്രമായി പുതുക്കുന്നതിനെക്കുറിച്ചും അധികൃതർ ചർച്ച ചെയ്തു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ലൈറ്റിംഗ് പരിഷ്കാരം യാഥാർത്ഥ്യമാവുന്നതോടെ നിലവിലുള്ള ദുബായിയുടെ രാത്രികാല കാഴ്ചകളും നഗരത്തിന്റെ മുഖച്ഛായ തന്നെയും പൂർണ്ണമായി മാറിയേക്കും. NTV ദുബായ്. UAE-യിൽ യോഗ്യതയുള്ളവർക്ക് നിയമപരമായി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നതിനായുള്ള വർക്ക് പെർമിറ്റ് മാനദണ്ഡങ്ങൾ മന്ത്രാലയം പുറത്തിറക്കി. പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർ, അധ്യാപകർ എന്നിവർക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി 2 വർഷത്തെ ട്യൂഷൻ പെർമിറ്റ് അനുവദിക്കും. രജിസ്റ്റർ ചെയ്ത ട്യൂഷൻ അധ്യാപകർ, സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നീ 4 വിഭാഗങ്ങൾക്കാണ് UAE-യിൽ സ്വകാര്യ ട്യൂഷൻ എടുക്കാനുള്ള വർക്ക് പെർമിറ്റിന് അർഹതയുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിൽ 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം. UAE-യിൽ സാധുവായ താമസ വിസയുള്ള ഇവർ മാതാപിതാക്കളുടെ സമ്മതപത്രം, സ്കൂൾ എൻറോൾമെന്റ് രേഖ,
മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കും പെർമിറ്റിന് അർഹതയുണ്ടാകും. മറ്റ് വിഭാഗങ്ങളിൽ ഉള്ളവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ഐഡന്റിറ്റി കാർഡ്, മെഡിക്കൽ ഫിറ്റ്നസ്, സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിക്കണം. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അധ്യാപകരും ട്യൂഷൻ എടുക്കുന്നതിന് നിലവിലെ തൊഴിലുടമയിൽ നിന്നുള്ള NOC കൂടി ഹാജരാക്കേണ്ടതുണ്ട്. മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് പെർമിറ്റിനായി അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് പരിശോധിച്ച ശേഷമാകും പെർമിറ്റ് അനുവദിക്കുക. ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും രേഖകളും കൃത്യമാണെങ്കിൽ 2 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ അപേക്ഷകളിൽ നടപടിയുണ്ടാകും. 2 വർഷ കാലാവധിയുള്ള പെർമിറ്റിലൂടെ രാജ്യത്തെ സ്വകാര്യ ട്യൂഷൻ മേഖലയെ നിയമാനുസൃതമാക്കാനും യോഗ്യരായവർക്ക് നിയമപരമായ അവസരമൊരുക്കാനുമാണ് UAE ലക്ഷ്യമിടുന്നത്. NTV, അബുദാബി. ദുബായ് ക്വാളിറ്റി ഗ്രൂപ്പ് അവാർഡുകളിൽ 16 അവാർഡുകളും നേടി ദുബായ് പോലീസ്. ദുബായ് ക്വാളിറ്റി ഗ്രൂപ്പിന്റെ വാർഷിക സമാപന ചടങ്ങിലാണ് ബഹുമതികൾ പ്രഖ്യാപിച്ചത്. എമിറേറ്റ്സ് വനിതാ അവാർഡ്, ഐഡിയാസ് അറേബ്യ ഇന്റർനാഷണൽ അവാർഡ്, ഗ്ലോബൽ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് അവാർഡ്, UAE ഐഡിയാസ് അവാർഡ്, UAE ഇന്നൊവേഷൻ അവാർഡ്, ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവാർഡ്, ഗ്ലോബൽ മെഡിക്കൽ എക്സലൻസ് അവാർഡ്, പ്രഥമ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി അവാർഡ് എന്നിങ്ങനെ 8 പ്രധാന വിഭാഗങ്ങളിലാണ് അവാർഡുകളുള്ളത്. ഇന്നൊവേഷൻ, എക്സലൻസ് തുടങ്ങിയവയിൽ മുൻനിരയിലാണ് ദുബായ് പോലീസിന്റെ സ്ഥാനം. എമിറേറ്റ്സ് വനിതാ അവാർഡ് സീനിയർ എഞ്ചിനീയർ അബ്രാർ അബ്ദുൽ ഹക്കീം അഹമ്മദിന് ലഭിച്ചു. സീനിയർ എക്സിക്യൂട്ടീവായ ഐഷ ഹസൻ ഇബ്രാഹിം അൽ ഹൊസാനി കമ്മ്യൂണിറ്റി സർവീസ് അവാർഡ് നേടി. ഐഡിയാസ് അറേബ്യ ഇന്റർനാഷണൽ അവാർഡിൽ ദുബായ് പോലീസ് നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. ബസ്മത് ഷിഫ എന്ന പദ്ധതിക്ക് ആരോഗ്യ സുരക്ഷാ അവാർഡും ദുബായ് പോലീസിന് ലഭിച്ചു. ദുബായ് പോലീസിന്റെ ഇന്നൊവേഷൻ ടീമിനെ മികച്ച ഇന്നൊവേറ്റീവ് ടീമായി തിരഞ്ഞെടുത്തു. ഗ്ലോബൽ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് അവാർഡിലും ദുബായ് പോലീസ് മികവ് പുലർത്തിയിട്ടുണ്ട്. സീറോ ആക്സിഡന്റ്സ് ഇനീഷ്യേറ്റീവ് കേസ് സ്റ്റഡിക്ക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് റെസ്ക്യൂ അംഗീകാരം ലഭിച്ചു. ദുബായ് പോലീസ് അക്കാദമിയുടെ നസീജ് സംരംഭം മികച്ച സംരംഭത്തിനുള്ള പുരസ്കാരവും നേടി. ഇത്തരത്തിൽ 16 അവാർഡുകളാണ് ദുബായ് പോലീസ് സ്വന്തമാക്കിയത്. മികച്ച സേവനങ്ങളിലും നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനത്തിലും സമൂഹത്തോടുള്ള ഇടപെടലിലുമാണ് ദുബായ് പോലീസ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചത്. NTV, ദുബായ്. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇന്നത്തെ സ്വർണ്ണവില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ വഴിത്തിരിവ്. ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് ഇറാൻ സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അന്തിമ കരാറിലേക്ക് എത്താൻ ഇനിയും കടമ്പകൾ ബാക്കി. സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ സമയം ജൂൺ 30 വരെ മാത്രം. ജൂലൈ 1 മുതൽ കനത്ത പിഴ. മുന്നറിയിപ്പ് നൽകി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഡ്രോണുകളുടെ ഉപയോഗത്തിൽ നിയന്ത്രണവുമായി ഷാർജ. പൊതുമേഖലയിലും ഫ്രീ സോണുകളിലും അടക്കം ഏകീകൃത നിയമം നടപ്പിലാക്കും. സ്വകാര്യ ട്യൂഷനുള്ള വർക്ക് പെർമിറ്റ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കി UAE. പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർ, അധ്യാപകർ എന്നിവർക്ക് 2 വർഷത്തെ പെർമിറ്റ്. വിദ്യാർത്ഥികൾക്കും നിബന്ധനകളോടെ ട്യൂഷൻ എടുക്കാം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.